നമസ്കാരം. പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നിന്ന് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയ 2 യുവാക്കളെ നടു റോഡിൽ നിന്ന് കീഴ്പ്പെടുത്തി വിദ്യാർത്ഥികളെ സാഹസികമായി രക്ഷപ്പെടുത്തി. ഈ സംഭവത്തിൽ കുട്ടികളെ രക്ഷപ്പെടുത്തിയ താജുദ്ദീൻ നാടിനും സമൂഹത്തിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും മാതൃകയായി. താജുക്ക, ഇക്കാക്ക് എന്ത് ഭാവിച്ചാണ് നാട്ടുകാരെല്ലാരെയും നന്നാക്കാൻ നടക്കുക? കുടുംബത്തിൽ ആവശ്യത്തിന് ശത്രുക്കളുണ്ട്, ഇനിയും വേണോ? ഇപ്പം നാട്ടുകാരെ വിളിക്കുന്ന പേര് ഗുണ്ടാ താജുന്നാ. ഗുണ്ടല്ല, ഉണ്ടെന്ന് പേടിത്തൊണ്ടൻ താജുക്ക. മോനെ, നമ്മളെ തട്ടിക്കൊണ്ടുപോയില്ലേ, അവരെ പട്ടിയെ തല്ലുന്നോലെ തല്ലാണ് താജുക്ക. അത് ശരിയാ. എന്നിട്ടാണോ കഴിഞ്ഞ ദിവസം പട്ടിയെ കണ്ടപ്പോ ഓടിയത്? ജിഫ്രാനെ ഉണ്ടാതിരിക്കും. ഇങ്ങനെ അടിയുണ്ടാക്കി നടക്കുകയാണേല് സത്യമായിട്ടും താജുക്ക ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പോകും. അങ്ങനൊന്നും പറയല്ലേ തെൻസ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാനാ? പോരാ, ഒരു കല്യാണം തന്നെ കഴിക്കണം. കല്യാണ? അതെ. അതിന് താജുക്ക ആര് വന്നു കൊടുക്കുന്നു? താജുക്ക, നിങ്ങൾ കല്യാണം കഴിച്ച ശരിയാവുന്ന് ഞൊണ്ടക്കാട് ഉസ്താ പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ പെണ്ണിനെ ഞാനങ്ങ് തന്നെ കണ്ടെത്താം. താജുക്ക എന്താണ് പരിപാടി? എന്താണ് നമ്മൾ അറിയാണ്ടെന്തല്ലോ പരിപാടി. ആരാണ് ആ പെണ്ണ്? പറതാജുക്ക, പറതാജുക്ക. ഫാത്തിമയാണോ താജുക്ക? മാളിയേക്കൽ തറവാട്ടിലെ താജുക്കാന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട താജുക്കാന്റെ ആദ്യ ഭാര്യയുടെ വിയോഗത്തിൽ ദുഃഖിതനായ താജുക്കയെ വളരെയധികം നിർബന്ധിച്ചിട്ടാണ് താജുക്ക വിവാഹത്തിന് സമ്മതം മൂളിയത്. കളിക്കൂട്ടുകാരിയായ കുട്ടിയെ തന്നെയായിരുന്നു താജുക്ക വധുവായി സ്വീകരിക്കാൻ പോകുന്നതും. ആദ്യ ഭാര്യ മരിച്ച മെഹനാസിന്റെ സമനില തെറ്റി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ സുഹൃത്തുക്കൾ കണ്ടതുകൊണ്ട് മാത്രമാണ് അവനിന്നൊരു ജീവിതം കിട്ടിയത്. പുതിയ ജീവിതത്തിലേക്ക് കടന്ന മെഹനാസിന്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ്. ഹലോ തൻസീർക്ക, ഒരു പ്രശ്നമുണ്ട്. എന്താണ് മനോജ് ഭായി? താജുക്കാന്റെ ശത്രു ജയിലിന് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങെന്തിടാ സീരിയസ് വർത്താനം പറയുമ്പോൾ ലേസ് കുയിച്ചല്ല തിന്നുന്നത്? സോറി. ഷോപ്പിംഗ് ഒന്നും വേണ്ട. മുത്തു, ആ കൊച്ചിയിലെ ടീം കയറി ചൊറിയുന്നുണ്ടല്ലോടാ. ഓനെന്ത് ചൊറിയാന്? മോനെ, അവർ ചൊറിയുന്ന സ്ഥലം ഏതാ? കൊച്ചിയാ? കൊച്ചിയിൽ നമുക്ക് ആളില്ലാത്ത? കൊച്ചിയിൽ നല്ല ഗണ്ണ ടീമുണ്ട്. ഹെൽമെറ്റ് ഇടാണ്ട് ഇനി എന്റെ കണ്ണൂരിൽ എന്നെ കണ്ട ഷേപ്പ് ഞാൻ മാറ്റും. എടാ മോനെ, ഇനിയെങ്കിലും നന്നായിക്കൂടെ? ശരി ശരി, വിട്ട. ഹലോ ഹലോ തെൻസീർ ഭായ്, സുഖാണോ? ആ സ്വന്തം. എന്താ പുതിയ വിശേഷം? കല്യാണം ഓർമ്മയില്ലേ? പിന്നെ വേണ്ടേ, ഞങ്ങൾ നാളെ ഇവിടുന്ന് കയറും. പിന്നെ ഞാൻ വിളിച്ചൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ. ഒന്ന് ആഷിക്ക് ഫോൺ കൊടുക്കോ? ആ, ഒരു മിനിറ്റ്. എന്താ പ്രശ്നം? തെൻസീർ ഭായ്, ടെൻഷൻ അടിക്കണ്ട. കല്യാണം കഴിഞ്ഞ വരെ ഞങ്ങൾ ഗേറ്റിൽ തന്നെ ഉണ്ടാവും. പരിചയമില്ലാത്ത ഒരാളെ പോലും ഉള്ളിലേക്ക് കടത്തിവിടില്ല. ഓക്കെ? ഓക്കെ, താങ്ക് യു.
ഇക്കാക്കാന്റെ കല്യാണത്തിന് മിന്നണ നാള് വന്നണയുന്നൊരു മോഹനിലാവ് ഇക്കാക്കാന്റെ കൂടെ ഇരിക്കണ സുന്ദരി മോള് അത് മൊഞ്ചിലൊരുക്കിടുവാൻ ഇനി നെഞ്ചിലൊരു ഉത്സവമായി പുതുനാളതൊരുങ്ങുകയായി പുതു ആശകൾ പൂക്കുകയായി ഈ ആഘോഷമാം പന്തലിൽ ഇക്കാക്കാന്റെ മുൻചെത്തിയായി അതിർപ്പത്തിൻ കല്യാണമായി ഈ വീടാകെ പൂക്കുന്നിതാ സുന്ദരമായൊരു മംഗലയാവ് ഇക്കാക്കാന്റെ കല്യാണത്തിന് മിന്നണ നാള് വന്നണയുന്നൊരു മോഹനിലാവ് ഇക്കാക്കാന്റെ കൂടെ ഇരിക്കണ സുന്ദരി മോള് മനസ്സകമതിലൊരു ചിരി വിടരണ ചേലാണ് ഹോറി മംഗളമതിൽ അഴുതു വിടരും ഒരു ചേലാണ് മാരൻ പുതുരാവിലൊരിത്തിരി നേരം പാട്ടും കളിമേളം മണവാളനും പുതുമണവാട്ടിയും ഒത്തുള്ളൊരു നേരം ഇന്നിവിടെ ഒരു മധുഗണമൊഴുകണ സ്നേഹനിലാവാണേ അതിനൊത്തൊരു മാരനിതാ എന്നിക്കൈമൊത്താണേ മെഹറത്തൊരു മധുമുഖി അവളുടെ മാറ്റത് ചേലാണേ മോഹത്തിൻ മൊഞ്ചത് കൂട്ടാൻ ഞങ്ങളും ഒത്താണേ ഈ നാളിന്റെ ആഘോഷം പുതുരാവിന്റെ ആർമാദം എല്ലാരും സന്തോഷം സന്തോഷത്തിൻ നാദം ഇനി എന്നും കൂടെ ഒരു കൂട്ടേകിതാ ഇനിയുള്ളൊരു കാലം അവൾ ചേരുന്നിതാ അനുരാഗപ്പൂവായി വീണ്ടും പൂത്തുവിടരുന്നേ സുന്ദരമായൊരു മംഗലരാവ് ഇക്കാക്കാന്റെ കല്യാണത്തിന് മിന്നണ നാള് വന്നണയുന്നൊരു മോഹനിലാവ് ഇക്കാക്കാന്റെ കൂടെ ഇരിക്കണ സുന്ദരി മോള് കല്യാണ വീട് ഭയങ്കര സെറ്റപ്പാണല്ലോ. എന്താ കല്യാണ പോരയല്ലേ മനോട്ടാ, ആൾക്കാർ ശ്രദ്ധിക്കും. ഒന്ന് പോടാ, ഞാൻ ഗുണ്ടയാ, ടൈഗർ മനോജ്. എന്നെ എല്ലാവർക്കും പേടിക്കണം. എന്താ നെയ്ഷു നമുക്കൊരു പണി കൊടുക്കണം നെയ്ഷു അതിലെന്തിനാണ് എന്റെ കച്ചെത്തുന്ന എനിക്ക് ഞാൻ കച്ചിട്ട് തരാമോ മിഷൻ കംപ്ലീറ്റ് നെയ്ഷു ചാരെ പല നാളായി പൊന്നുമ്മയായി ഞങ്ങൾക്കൊരു തണലായി എന്നും താങ്ങായി കൂടി അറിവില്ല കാലം തൊട്ടേ കൈകോർത്തു ചാരേ എന്നും ഒരു തുണയായി നിഴലായി ചേർന്നങ്ങിരുന്നേ നാളേറെ രാവുകളേറെ പോറ്റൊരു നിധിയാണേ അടരാതി നേരം ഇതെന്നും കാത്തൊരു കരളാണേ മുഞ്ചേറും സന്തോഷങ്ങൾ പൂക്കണരാവാണേ അഴകില്ലഴകത്തൊരു ബീവി നിന്നരികത്തുണ്ടേ മൈലാഞ്ചി ചേലോടെ ലംഘുന്നൊരു രൂപാണ് ഇക്കാണ്ടൊരു മോളാണ് ഞങ്ങൾക്കൊരു കൂട്ടാണ് അകലാതൊരു നാളും എന്നെ കൂടെ കൂടാം പിരിയാതൊരു നാളും അവൾ ചേരുന്നിതാ വെള്ളക്കാക്കെന്നും എന്നും ചേർന്നൊരു മോള
അഴകേരു മലരിതളാവും ചാരത്തു നിന്നാൽ മനമതിലൊരു പുളകിതമാവും വാരിപ്പുണർന്നാൽ മനസ്സിനു മനമങ്ങതരാവിൽ ചേർന്നൊന്നിരുന്നാൽ പുതുമോടിയണിഞ്ഞൊരു പെണ്ണിന് നാണത്തിൽ കാണാം പുന്നാരപ്പൂങ്കണിയെ എന്നിക്കയുമൊത്തുടനെ കാനൂത്തിനു നേരമിതായി പൂവാലൻ കിളിയേ കല്യാണപ്പാട്ടിന് താളം തട്ടും കയ്യകളെ നാടാകെ ഒത്തൊരുമിക്കും മംഗളമിന്നാണേ സന്തോഷം നിറയുന്നേ മനതാരിൽ ഒഴുകുന്നേ ഇനിയെന്നും അണയുന്നേ ഇക്കാക്ക പുണരുന്നേ മധുമാസം വിരിയും പല മോഹങ്ങളായി ഇനി നാം പടരും പുതുതാളങ്ങളായി ഈ വീട്ടിലെ മംഗള നാളുകൾ ഒത്തൊരുമിച്ചണയാമേ സുന്ദരമായൊരു മംഗളരാവ് ഇക്കാക്കാന്റെ കല്യാണത്തിൽ മിന്നണ നാള് വന്നണിയുന്നൊരു മോഹനിലാവ് ഇക്കാക്കാന്റെ കൂടെ ഇരിക്കണ സുന്ദരി മോള് സുന്ദരമായൊരു മംഗളരാവ് ഇക്കാക്കാന്റെ കല്യാണത്തിൽ മിന്നണ നാട് വന്നണയുന്നൊരു മോഹനിലാവ് ഇക്കാക്കാന്റെ കൂടെ ഇരിക്കണ സുന്ദരി മോള് നീ ഗുണ്ടേ പറഞ്ഞ് മനസ്സിലാക്ക് ഞാൻ ടീമിനായിട്ട് വരാം എന്തെന്നാടാ ജിഫ്രാൻ ഒന്ന് നേരെ കൊത്തടാ. ഒന്ന് മിണ്ടാതിരിക്കോ? ഈ പപ്പായ തൈ ഒന്ന് നടട്ടെ. നിങ്ങക്ക് ജ്യൂസ് വേണ്ടേ? ആ ജ്യൂസ് വേണം. നീ ഇത് ഇപ്പൊ എങ്ങനെ തീർക്കോ? നീ വലിയ ഡയലോഗ് കളിക്കുന്നുണ്ടല്ലോ, നീ ഒന്ന് കൊത്തടാ. ആടാ ഞാൻ വന്ന് കൊത്താടാ. എന്തടാ? എന്തിനാണ് ഈ ഉപ്പാനോട് ചോദ്യം നിന്നെ കഴിഞ്ഞിട്ടേയുള്ളൂ ഉമ്മാനോട് സ്നേഹം പാപ്പയുടെ ചക്കരക്കുട്ടന്റെ ഇത്താനക്കാളേറെ ഇഷ്ടം ചക്കര കനിയല്ലേ പാപ്പ
കഴിഞ്ഞിട്ടേയുള്ളൂ ഉമ്മാനോട് സ്നേഹം. ആഗ്രഹങ്ങൾ പലതും ഉണ്ടാകും പൊന്നെ മോളെ, ആശ വിട്ടി തരുവാൻ ഞാൻ അരികിലെത്തും. പരിഭവം പറയണ്ട കുസൃതിക്കുട്ട, ഗൾഫുകാരൻ്റെ ആഗ്രഹം മനസ്സകത്താ. മക്കൾ രണ്ടാളും എൻ ജീവനല്ലേ, ഉമ്മാന്റെ ചക്കര കനിയല്ല.